ഫിസ്ക്കൽ പോളിസിനെ കുറിച്ച് നമ്മൾ മുൻപ് തന്നെ കുറേ ധാരണയുള്ള ഒന്നാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലേ. ഫിസ്ക്കൽ പോളിസി ഈസ് എ ടൂൾ ഓഫ് എ ഗവൺമെൻറ് in order to control the economic fluctuations happens in the economy. മാത്രമല്ല ഫിസ്ക്കൽ പോളിസി വഴിയായിട്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇക്കോണമിയിലെ സേവിങ്സ്, ഇക്കോണമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു ടൂളാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. മറ്റൊന്ന് മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി നമ്മൾ മുൻപ് തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അല്ലേ, ഫിസ്ക്കൽ പോളിസി എന്താണെന്നെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. എന്താണ് ഫിസ്ക്കൽ പോളിസി, ഏതിനൊക്കെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ഇവിടെ ഫിസ്ക്കൽ പോളിസിയിൽ തന്നെ നമ്മളിവിടെ പറയുന്നു, ഫിസ്ക്കൽ പോളിസി ഇസ് ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ്റ്സ് വിത്ത് റിലേഷൻ ടു ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ ടാക്സേഷൻ നമ്മൾ മുൻ ക്ലാസ്സിൽ കണ്ടു. ടാക്സേഷൻ is a source of revenue of the government, അല്ലെ, മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ആണ് ടു മീറ്റ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓർ അല്ലേ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഗവൺമെൻറ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഗവൺമെൻറ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ, ഇതിലേക്കൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് വയ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ അതിൽ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഈ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ ഫിസ്ക്കൽ പോളിസിയിൽ ഇവിടെ പറഞ്ഞു പോളിസി ഓഫ് ദ ഗവൺമെൻറ്റ്സ് വിത്ത് റിലേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഓൾസോ. പബ്ലിക് ബോറോയിങ് അല്ലെ, പബ്ലിക് ബോറോയിങ്ങിനെയും കുറിച്ച് നമ്മൾ കണ്ടു. പബ്ലിക് ബോറോയിങ് എന്തിനാണ് നടത്തുന്നത് അല്ലെ, ഏതൊക്കെ സോഴ്സുകളാണ് പബ്ലിക് ഡെപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ബോറോയിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ഈ പബ്ലിക് ബോറോയിങ് വഴി നമുക്ക് വരുന്ന അല്ലെ ഈ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനൊക്കെ ഈ ഫിസ്ക്കൽ പോളിസി ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മോണിറ്ററി പോളിസി അറിയാം, കമ്പയർ വിത്ത് ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഈസ് control or led by the central government of an economy. They deals with the supply of money in the economy and the right of interest. Okay. അപ്പോൾ ആർതർ സ്മിത്തീസിൻ്റെ ഇതിൽ പറയുന്നത് ഗവൺമെൻറ് യൂസസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ പ്രോഗ്രാംസ് ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ ഇഫക്റ്റ് അല്ലേ. ആ ഡിസൈറബിൾ ഇഫക്റ്റ് അൺഡിസൈറബിൾ ഇഫക്റ്റ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇഫക്റ്റുകളുടെ ഇത് കുറച്ച് നാഷണൽ ഇൻകത്തിലും പ്രൊഡക്ഷനിലും എംപ്ലോയ്മെൻറ്റിലും ഒക്കെ ഡിസൈറബിൾ ആയിട്ടുള്ള ഇഫക്റ്റ് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ആർതർ സ്മിത്തീസ് പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഇസ് എ ബഡ്ജറ്ററി പോളിസി ഓഫ് ദി ഗവൺമെൻറ് തന്നെയാണ്. ഇറ്റ് യൂസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ആസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഫ്ലുവൻസ് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫേവറബിളി, റിഫേഴ്സ് ടു ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു കറക്റ്റ് ഇത് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യാൻ കൂടിയിട്ട് ആണ് ഫിസ്ക്കൽ പോളിസി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പറയുന്നത് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റെബിലിറ്റി, full employment in the economy and to maintain the growth in the economy. Fiscal agency നമ്മൾ പറയുന്നു ഒന്ന് ടാക്സസ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് സബ്സിഡീസ്. ഡിസിഷൻ ഗവൺമെൻറ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ കാണുന്ന സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ടാക്സേഷൻ, വിത്ത് റെസ്പെക്ട് ടു ഗവൺമെൻറ് സ്പെൻഡിങ്, വിത്ത് റെസ്പെക്ട് ടു ഗവൺമെൻറ് ബോറോയിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ. ഒരു ഇക്കോണമിക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് ബോറോയിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല, ബോറോ ചെയ്തിരിക്കും, ബോറോ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ചിലപ്പോൾ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വരുന്നൊരു സിറ്റുവേഷനിലായിരിക്കാം. അതിലുപരി മിക്കവാറും നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലേ, മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ റവന്യൂ റെസിപ്റ്റ്സ് വഴി കിട്ടാതാവുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് വഴി ഗവൺമെൻറ് ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാറുണ്ട്. സോ ഗവൺമെൻറ് ബോറോയിങ് ഈസ് it's an essential part of functioning of the government. Significance of fiscal policies, James Keynes in 1930s
മിഡ് 1930s അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്നുള്ളത്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി? ഫിസ്ക്കൽ പോളിസീൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അറ്റൈൻ എ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്കോണമിയിൽ അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയിൽ ഇൻകം ഉണ്ടായിരിക്കും, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കും, അല്ലേ? ഫുൾ എംപ്ലോയ്മെൻറ്റ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ഭാഗത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനായിട്ട് കുറേ ഒരു മാർഗ്ഗങ്ങളുണ്ട്. പലതരത്തിലുള്ള പെൻഷൻസോ അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസൊക്കെ കുറേയൊക്കെ മാറ്റി നിർത്താനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഏതൊരു ഇക്കോണമിയുടെയും ആവശ്യകതയാണ്. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ഓവർ ഹെഡ്സ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഹാസ് റിസൾട്ടഡ് ഇൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് വഴി, അല്ലെ, ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുന്നത്. ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്, അതിലുപരി ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും കൂടി ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. റൈറ്റ്? അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നതിന് രണ്ട് രീതികളിൽ ഒന്ന്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് എപ്പോഴും ഗവൺമെൻറ്റിന് മാത്രം പുതിയതൊരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് പലപ്പോഴും ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ചില ഇളവുകളൊക്കെ പ്രഖ്യാപിക്കും. ലോവർ ടാക്സസ്, അല്ലേ, ലോവർ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ദാറ്റ് ലീഡ്സ് ടു എൻകറേജ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ജനറേറ്റ്സ് മോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ടാക്സ് റേറ്റിലോ അല്ലെങ്കിൽ ടാക്സ് സ്ട്രക്ചറിലോ ചെറിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ടാക്സ് സ്ട്രക്ചറിലോ ടാക്സ് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്. ആ ഫിസ്ക്കൽ പോളിസി വഴി വന്ന മാറ്റം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് വഴിതെളിക്കുന്നു. അത് ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഇവിടെ കാണിച്ചു ടാക്സ് ഹോൾഡേഴ്സ്, സബ്സിഡീസ് ഒക്കെ കൊടുക്കുകയാണ്. ന്യൂ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസിലെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ചിലപ്പോൾ സീസണൽ ആയിട്ടുള്ള എംപ്ലോയ്മെൻ്റ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ഭൂരിഭാഗം പേര് അഗ്രികൾച്ചർ എംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ റീജിയണൽ ബാലൻസിങ് ഓഫ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടും ഒക്കെ ടാക്സ് ഹോൾഡേഴ്സോ സബ്സിഡീസോ ഒക്കെ കൊടുക്കാറുണ്ട്. വാരിയസ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വഴി, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം വഴി ഒക്കെ ഗവൺമെൻറ് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പ്രൈസ് സ്റ്റെബിലിറ്റി ഇസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ബൈ റെഡ്യൂസിങ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ അതൊരു വലിയൊരു ലക്ഷ്യമാണ് ഗവൺമെൻറ് സംബന്ധിച്ച്. ഇൻഫ്ലേഷൻ ഇല്ലാതെ നോക്കുക അല്ലെങ്കിൽ ഡീഫ്ലേഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. സോ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ടാക്സസ് സേവിങ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ട് ഗവൺമെൻറ്റിന് പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഷുഡ് എയിം അറ്റ് അവോയ്ഡിങ് ബോത്ത് റിസഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ മൈൽഡ് റൈസ് ഇൻ പ്രൈസസ് കൺസിഡേർഡ് ആസ് എൻ ഇൻസെൻറ്റീവ് ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. മൈൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, അതാണ് മൈൽഡ് ഇൻഫ്ലേഷൻ എന്ന് ചിലപ്പോൾ പലയിടത്തും നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മൈൽഡ് റൈസ് ഇൻ പ്രൈസസ്, ആ ഒരു ചെറിയൊരു ഇൻഫ്ലേഷൻ ക്യാപിറ്റൽ ഫോർമേഷന് ഗുണകരമാണ്. പക്ഷേ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത് ഡെവലപ്മെൻറ്റിനെ വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെടാം, അല്ലേ? ഡെവലപ്മെൻറ്റിന് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം മീൻസ് ദ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ദ ടാക്സേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലും നമ്മൾ ഇൻകത്തിലെ ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ വലിയൊരു പാർട്ട് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേവിങ്സിനോ മറ്റു രീതികളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയാണ് പ്രൈസ് സ്റ്റെബിലിറ്റിയിലേക്ക് വരുത്തുന്നത്. റൈറ്റ്? അപ്പോൾ ഇതിൽ ഫിസ്ക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയാണ്. ഫിസ്ക്കൽ ഇൻസെൻറ്റീവ്സ് ഇൻ ദ ഫോം ഓഫ് ടാക്സ് കൺസെഷൻ ടു ഇൻഡസ്ട്രീസ്, ടാക്സ് ഹോൾഡേഴ്സ് ടു ന്യൂലി സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ്, subsidies to encourage production of essential commodities will helps to increase production. പിന്നെ ഇവിടെ പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷനെതിരെ നിൽക്കാനായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ലോവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം നല്ലതല്ല എന്ന് പറയുന്നത്. ഇസ് നോട്ട് അറ്റ് ഓൾ അഡ്വൈസബിൾ. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് പോസിബിൾ ആസ് എ ടാക്സ് കപ്പാസിറ്റീസ് ലോ.
അപ്പോൾ ഒക്കെ ഫിസിക്കൽ പോളിസീസിൽ ചെറിയ മാറ്റങ്ങൾ അല്ലേ, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളായിരിക്കാം, പക്ഷേ അത് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ളതായിരിക്കും, ഡിസൈറബിൾ ആയിട്ടുള്ള ഇഫക്റ്റുകളായിരിക്കും. ചിലപ്പോൾ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളും ഗവൺമെൻറ് എടുക്കാറുണ്ട് പോയ ഫിസിക്കൽ പോളിസീസ്. അപ്പോൾ അതിനാണ് ഇവിടെ പറഞ്ഞ ഫിസിക്കൽ പോളിസീസ് ചില സമയങ്ങളിൽ, അതായത് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻ്റെ സമയത്ത് മോണിറ്ററി പോളിസിയുടെയും കൂടിയിട്ട് ഒരുമിച്ച് ചിലപ്പോൾ നിൽക്കാറുണ്ട്. ഓക്കെ, മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ ബാങ്കാണ്. ടു ആക്സിലറേറ്റ് ദ റൈറ്റ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, നമ്മൾ നേരത്തെയും ഇതിലൊക്കെ പറഞ്ഞു, ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകുക, സ്റ്റേബിൾ ഇക്കണോമിക് ഗ്രോത്ത്, ഒരു സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി ഒക്കെ ഇക്കോണമിയുടെ ഇതിന് ആവശ്യമാണ്. Fiscal instrument of taxation, public expenditure and public borrowing should be used with view to encouraging production, consumption and distribution of goods. Fiscal instrument should be directed to increase the productive capacity of the economy. അപ്പോൾ അത് ഇക്കോണമി ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫിസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ യൂസേജുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, റിഡ്യൂസ് ദ ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഓൺ റിച്ചർ സെക്ഷൻസ് ടു എൻകറേജ് ക്യാപിറ്റൽ ഫോർമേഷൻ. റിച്ചർ സെക്ഷൻസിൻ്റെ മേലുള്ള ഒരു ഹയർ റേറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ പോലും അത് ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് വഴിത്തിരിക്കാം. കാരണം അവരവരുടെ ഇൻകത്തിൻ്റെ വലിയൊരു പാർട്ടും ഗവൺമെൻറ് വെൽഫെയർ പ്രോഗ്രാമിലേക്കാണ് സാക്രിഫൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നേരെ വിപരീതമായിട്ടുള്ള ഫലങ്ങളുണ്ടായിരിക്കാം. ക്യാപിറ്റൽ ഫോർമേഷൻ അത് നെഗറ്റീവ്ലി ഇഫക്റ്റ് ചെയ്യാം. സപ്ലൈ സൈഡ് എക്കണോമിക്സിൻ്റെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സപ്ലൈ സൈഡ് ഇക്കോണമീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലും ടാക്സ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞത് പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യുന്നതിലേക്ക് വഴിതെളിക്കാം. ഓക്കെ, എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ആയിരിക്കാം അല്ലെ, എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ സോഷ്യൽ ഓവർഹെഡ് ആയിട്ടുള്ള അതിലേക്ക് അല്ലെങ്കിൽ സർവീസ് സെക്ടറിലെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒക്കെ ഗവൺമെൻറ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഇക്കോണമിയിൽ സംഭവിക്കുക. അതാണ് എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എൻഷുർ ചെയ്യുന്നു, ദാറ്റ് ജനറേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ സോഷ്യലി ഡിസൈറബിൾ. ഓക്കെ, ഫിസിക്കൽ പോളിസി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കുന്ന പോലെ സോഷ്യലി അൺഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷനല്ല അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറല്ല അവിടെ ആവശ്യമായിട്ടുള്ളത്. ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ് ഇസ് റിഡക്ഷൻ ഇൻ ഇൻഈക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നമ്മൾ ടാക്സേഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫിസിക്കൽ പോളിസിയുടെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇക്കോണമിയിൽ ഇൻഈക്വാലിറ്റീസ് കുറയ്ക്കാനായിട്ടുള്ള ഏതൊക്കെ രീതിയിൽ ടാക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ടാക്സ് പോളിസീസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയും ഫിസിക്കൽ പോളിസി വഴിയിൽ അല്ലെ, ഫിസിക്കൽ പോളിസിയുടെ ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസും ഈക്വിറ്റിയും ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന്, ഇൻകം ഇൻഈക്വാലിറ്റീസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് ഈ പറഞ്ഞ ഫിസിക്കൽ പോളിസീസ് ഗുണകരമാവും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഓൾസോ മോർ ഇൻ സെമി ലക്ഷറി ആൻഡ് ലക്ഷറി ഐറ്റംസിലാണ് അല്ലേ. റിച്ച് പീപ്പിളിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു, റിച്ച് സംബന്ധിച്ചാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൂടുതലും ചാർജ് ചെയ്യുന്നത് റിച്ച് പീപ്പിളാണ് കമ്പയർ ടു ലോവർ ഇൻകം ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഇൻവെസ്റ്റ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇറ്റ്സ് ടാക്സ് റവന്യൂ ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻസ് ഓഫ് പുവർ പീപ്പിൾ ഇൻ സൊസൈറ്റി. അങ്ങനെ ഇക്കോണമിയിൽ ഒരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഫിസിക്കൽ പോളിസിയിൽ കൂടെ വരുന്ന മാറ്റമാണ്. സിക്സ്ത് ഒബ്ജക്റ്റീവ് ഇസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷൻ ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ the objective of fiscal policy in India is also to increase the rate of capital formation in order to accelerate the rate of economic growth. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഇപ്പോഴും വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ ട്രാപ്പിലായിട്ട് കിടക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇക്കോണമീനെ ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ അവർക്ക് ഇല്ല, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ ട്രാപ്പ്ഡാണ്. അപ്പോൾ ഫിസിക്കൽ പോളിസി
ഫിസിക്കൽ പോളിസി വളരെ എഫിഷ്യൻ്റ്ലി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, എഫിഷ്യൻ്റ്ലി ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പോളിസി എൻകറേജ് സേവിങ്സ് ആൻഡ് ഡിസ്കറേജ് ആൻഡ് റെഡ്യൂസ് സ്പെൻഡിങ്, ആ രീതിയിലുള്ള ഒരു ഫിസിക്കൽ പോളിസീസാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് ഇക്കോണമിയിൽ ക്യാപിറ്റൽ ഫോർമേഷൻസ് സംഭവിക്കുക. സേവിങ്സ് സംഭവിച്ചാലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ക്യാപിറ്റൽ ഫോർമേഷൻ സംഭവിക്കാൻ വേണ്ടി ഭൂരിഭാഗവും സേവ് ചെയ്യുകയാണെങ്കിൽ, കൺസംഷൻ നടന്നില്ലെങ്കിൽ, പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അത് ആരും കൺസ്യൂം ചെയ്യണമെങ്കിൽ ഫർദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് അവിടെ സംഭവിക്കില്ല. അപ്പോൾ നേരെ വിപരീതമായിട്ട് സംഭവിക്കാം അല്ലേ. നമ്മൾ പാരഡോക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റൈറ്റ്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻ്റ് ആണ് മറ്റൊരു കാര്യം. ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്. കൺസെഷൻ ഇൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ദ ഫോം ഓഫ് ടാക്സ് ഹോൾഡേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ കൺസെഷണൽ ഇൻട്രസ്റ്റ് റൈറ്റ്സ്, ക്യാഷ് സബ്സിഡീസ് ഒക്കെ വഴിയായിട്ട് റീജിയണൽ ഇംബാലൻസിങ് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ reducing the deficit in the balance of payment, reducing the deficit in the balance of payment. അപ്പോൾ ഇതിൽ ഒന്നുള്ളത് ഫിസിക്കൽ പോളിസീസിൽ എൻകറേജ്, ഫിസിക്കൽ പോളിസീസ് എക്സ്പോർട്സിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, ഇമ്പോർട്ട്സിനെ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൊണ്ടുപോകാം. ബാലൻസിങ് ഓഫ് എന്നാണ്. അപ്പോൾ അത് കൊണ്ടുപോയാൽ തന്നെ ഇക്കോണമിയിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലേ, നമ്മളിപ്പോൾ പറയുന്ന പോലെ ഫോറിൻ ഇൻവോൾവ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഫോറിൻ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ പോളിസീസ് അറ്റംപ്റ്റ്സ് ടു എൻകറേജ് മോർ എക്സ്പോർട്സ് ബൈ വേ ഓഫ് ഫിസിക്കൽ മെഷേഴ്സ് ലൈക്ക് എക്സംഷൻ ഓഫ് ഇൻകം ടാക്സ് on export earnings, exemption of central excise duties and customs, exemption of sales tax. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ട് എക്സ്പോർട്സിനെ അല്ല, എക്സ്പോർട്സ് എൻകറേജ് ചെയ്യാനായിട്ട് പറ്റാം. എക്സ്പോർട്സ് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മുടെ ഇക്കോണമിയിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ എക്സംഷൻ ഓഫ് ഇൻകം ടാക്സ് ഓൺ എക്സ്പോർട്ട് ഏർണിങ്സ്. അപ്പോൾ ആ ഇൻകം ടാക്സിൽ, എക്സ്പോർട്ട് ഏർണിങ്സിൽ വരുന്ന ഇൻകം ടാക്സ് ഒഴിവാക്കപ്പെടുകയാണ്. അപ്പോൾ ഗുണകരമാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടീസ് ആൻഡ് കസ്റ്റംസ് അത് ഒഴിവാക്കി കൊടുക്കുകയാണ്. സെയിൽസ് ടാക്സ് ഒഴിവാക്കി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എക്സ്പോർട്സിനെ എൻകറേജ് ചെയ്യും. അപ്പോൾ അല്ലേ, രാജ്യത്തേക്ക് കൂടുതൽ നമുക്ക് വരുന്ന ഫോറിൻ ഒരു ഒഴുക്ക് അല്ലേ, ഫോറിൻ മണിയുടെ അത് നമുക്കിവിടെ ലഭിക്കാനായിട്ട് കിട്ടും. പിന്നെ ഒന്നുള്ളത് ഇവിടെ പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രീസും ഇമ്പോസിങ് കസ്റ്റം ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട്സ് ഒക്കെ വഴിയായിട്ട് ഇമ്പോർട്ടഡ് ഗുഡ്സിനെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ ഉൽപ്പാദനം, അതുപോലെയുള്ള കമ്മോഡിറ്റീസിൻ്റെ ഉൽപ്പാദനം നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര വിപണിയിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ ഇക്കോണമിയിൽ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കമ്മോഡിറ്റീസ് ആളുകൾ ഇവിടെ തന്നെ വാങ്ങും. കാരണം കസ്റ്റംസ് ഡ്യൂട്ടീസും അങ്ങനെയുള്ള മറ്റു പലതൊക്കെ ഈ പറഞ്ഞ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പോലെ വരുമ്പോൾ അതിൻ്റെ പ്രൈസും വളരെ ഹയർ ആയിരിക്കും കമ്പയർ ടു ദ ഡൊമസ്റ്റിക് ഗുഡ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള മറ്റു രാജ്യങ്ങളിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് നമുക്ക് തടയാനായിട്ട് പറ്റും. നമ്മുടെ ഇക്കോണമിയിൽ തന്നെ ആ മണി സർക്കുലേറ്റ് ചെയ്യപ്പെടും. അത് നമ്മുടെ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഫർദർ ആയിട്ടുള്ള ക്യാപിറ്റൽ ഫോർമേഷനും ഇക്കോണമിയുടെ സ്റ്റെബിലിറ്റിക്കും ഒക്കെ ഗുണകരമായിട്ട് മാറും. അപ്പോൾ അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്യാൻ ബി കറക്റ്റഡ് ഐദർ ബൈ imposing duties on imports or by giving subsidies to export. Increasing national income. Fiscal policy aims to increase the national income of a country because fiscal policy facilitates the capital formation. Okay. അപ്പോൾ economic growth which in turn increase the GDP, per capita income and national income of the country. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഒരു ഒബ്ജക്റ്റും കൂടിയാണ് നാഷണൽ ഇൻകത്തിലെ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാഷണൽ ഇൻകത്തിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്തിനേക്ക് വഴിതെളിക്കുന്ന രീതിയിൽ ഫിസിക്കൽ പോളിസീസ് ഫെസിലിറ്റേറ്റ്സ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ.
ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ രീതിയിൽ സച്ച് എസ് ടാക്സേഷൻ ജനറേറ്റ്സ് റവന്യൂ ടു ദ ഗവൺമെൻറ്. അപ്പോൾ ഫിസിക്കൽ പോളിസി മെഷർ സച്ച് എസ് ടാക്സേഷൻ ജനറേറ്റ് റവന്യൂ ടു ദ ഗവൺമെൻറ്. അപ്പോൾ റവന്യൂ വഴി, അതുവഴി കിട്ടുന്ന റവന്യൂ വഴി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കാമെന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ നമ്മൾ ഡിമെറിറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എല്ലാം എക്സ്പെൻഡിച്ചറും ഈ പറഞ്ഞ ടാക്സ് റവന്യൂ വഴിയിട്ട് കളക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇന്നീക്വാളിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതേ ടാക്സിന് നമ്മൾ എക്സംഷൻ കൊടുക്കാറുണ്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലേ, ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഫിസിക്കൽ പോളിസി ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു മെഷർമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നു വയ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ. ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സിനെ കുറിച്ച്. ടു എൻകറേജ് മോർ എക്സ്പോർട്സ് ബൈ വേ ഓഫ് ഫിസിക്കൽ മെഷേഴ്സ് ലൈക്ക് എക്സംഷൻ ഓഫ് ഇൻകം ടാക്സ് ഓൺ എക്സ്പോർട്ട് ഏണിങ്സ്, എക്സംഷൻ ഓഫ് സെയിൽസ് ടാക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വഴിയായിട്ട് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് കൂട്ടാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ അതിലെ കസ്റ്റംസ് ഡ്യൂട്ടീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ കൂട്ടി അതിനെ മാറ്റി നിർത്തുക എന്നുള്ളത്. ഓക്കെ. Development by effective mobilization of resources is one of the prominent objective of fiscal policies to maintain or to achieve economic growth and development by via mobilization of financial resources. Okay. അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ നമ്മൾ മൊബിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ടാക്സേഷൻ ത്രൂ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്, പബ്ലിക് സേവിങ്സ്, പ്രൈവറ്റ് സേവിങ്സ്. അപ്പോൾ പബ്ലിക് സേവിങ്സിന് പറയുമ്പോൾ മൊബിലൈസ്ഡ് resources can be mobilized through public savings by reducing government expenditure and increasing surpluses of public sector enterprises. ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും സർപ്ലസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ അതിൽ ഇൻകം അത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പ്രൈവറ്റ് സേവിങ്സ്, ടാക്സ് ബെനിഫിറ്റ്സ് അല്ലേ, ഫിസിക്കൽ പോളിസി മെഷേഴ്സ് സച്ച് ആസ് ടാക്സ് ബെനിഫിറ്റ്സ്. ദി ഗവൺമെൻറ് ക്യാൻ റേസ് resources from public sector and households. ഇപ്പോൾ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക ഗവൺമെൻറ് ബോറോയിങ്സ് ബൈ വേ ഓഫ് ട്രഷറി ബിൽസ്, ഇഷ്യൂ ഓഫ് ഗവൺമെൻറ് ബോണ്ട്സ്, ലോൺസ് ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പാർട്ടീസ് ആൻഡ് ബൈ ഡെഫിസിറ്റ് ഫിനാൻസിങ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ബൈ ഇഫക്റ്റീവ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സിൽ ആദ്യത്തെ ഒന്നാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്, പബ്ലിക് സേവിങ്സ് എന്ന് പറയുന്നത്, അപ്പോൾ പ്രൈവറ്റ് സേവിങ്സ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ വയ മൊബിലൈസ്ഡ് ത്രൂ ബോറോയിങ് ബൈ വേസ് ഓഫ് ട്രഷറി ബിൽസ്, ഇഷ്യൂ ഓഫ് ഗവൺമെൻറ് ബോണ്ട്സ് എക്സെട്ര, or from loans from domestic and foreign parties and by deficit financing. Increase in savings, another objective is in increase in savings. ഡെവലപ്മെൻറ്റ് കൺട്രീസിൽ റിച്ച് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും അല്ലേ ലക്ഷറി ഐറ്റംസിലേക്ക് ചിലവഴിക്കുന്ന രീതിയാണുള്ളത് കൺസംഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഗവൺമെൻറ് അവരിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അതുവഴി കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പുവർ ക്ലാസിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉയർത്തുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ ഫങ്ഷൻസൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. ടു എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ ഗവൺമെൻറ് ക്യാൻ എൻകറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ പ്രൊവൈഡിങ് വാരിയസ് ഇൻസെൻറ്റീവ്സ് വഴിയായിട്ട് ലൈക്ക് ടാക്സ് ഹോൾഡ്. ഓക്കെ. അപ്പോൾ ടാക്സ് ഹോൾഡേഴ്സ് ഒക്കെ വരുമ്പോൾ വെരി സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി നമ്മൾ പറഞ്ഞു, അത് റീജിയണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ടാക്സ് ഹോൾഡേഴ്സ് നമുക്ക് കൊടുക്കാറുണ്ട്, ടാക്സ് ഇൻസെൻറ്റീവ്സ് കൊടുക്കാറുണ്ട്, സബ്സിഡീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം ലെസ് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ് ടു മോർ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ്. അപ്പോൾ ഇത്രത്തോളം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, അതുവഴി ഇക്കോണമിയിലെ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഇക്കോണമിയിലെ ഡെവലപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ പോളിസീസ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ പോളിസി ഒപ്പം തന്നെ മോണിറ്ററി പോളിസിയും കൂടി കൃത്യമായിട്ടുള്ള ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇക്കോണമിയിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ്. ഓക്കെ, റൈറ്റ്, താങ്ക് യു.